പിന്നെ വേറൊരു കാര്യോടെ ഗൈസ്, ഇന്നലത്തെ ടി ജിയുടെ സിറ്റുവേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കുറെ കമന്റ് ബോക്സിൽ കുറെ വേറെ കുറെ ഗ്യാങ്ങിന്റെ സപ്പോർട്ടിങ് ആൾക്കാർ കിടന്ന് മെഴുകുന്നുണ്ടായിരുന്നു. എന്താ ടി ജിയെ പേടിയായതുകൊണ്ടാണ് നമ്മൾ അടിക്കാഞ്ഞതെന്നൊക്കെ. ടി ജിയെ ഞങ്ങൾ 14 വട്ടം ഓൾറെഡി അടിച്ചു കഴിഞ്ഞ്, മനസ്സിലായ? പേടിയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. 14 വട്ടം നമ്മൾ അവന്മാരെ അടിച്ചു കഴിഞ്ഞതാണ്. ഞങ്ങൾ ഏകദേശം 10-14 സിറ്റുവേഷൻ നമ്മൾ അടിച്ചു തീർത്തതാണ്. പേടിയൊന്നുമല്ല. ഞങ്ങൾ ഈ സിറ്റുവേഷൻ ഉണ്ടായ സമയത്തൊക്കെ വൾഗറായി നല്ല രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ അവരുമായിട്ട് കുറച്ച് എന്താ സൗഹൃദത്തിലും അതേപോലെ ഈ പറയണത് പോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും RP ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു ഇന്നലത്തെ സിറ്റുവേഷനിൽ അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് സിറ്റുവേഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞത്, മനസ്സിലായോ? അതുകൊണ്ട് മാത്രമാണ് സിറ്റുവേഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ലൂപ്പിലോട്ട് തൽക്കാലം പോകണ്ടെന്ന് വിചാരിച്ചാണ് ഇത്. അല്ലാതെ പേടിയുടെ കാര്യമൊക്കെ വിട് ബ്രോ. നമ്മൾ ഇത്ര സ്ട്രീക്കിൽ ഇനി അവന്മാർ ഞങ്ങളെ ഇപ്പം, പക്ഷേ വേറെ കാര്യം പറയാം, ടി ജെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി ഗൈസ്, പറയാതിരിക്കാൻ വയ്യ. അവർ നന്നായിട്ട് ഇമ്പ്രൂവ് ആയി, നല്ല പോലെ ഗ്രൈൻഡ് ചെയ്ത് നല്ല രീതിയിൽ അവർ നല്ല കിടിലുമായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പോൾ. അത് പറയാതിരിക്കാൻ വയ്യ. ഞാനത് അവരുടെ വീഡിയോയിൽ വരെ പോലും പോയി ഞാൻ കമന്റ് ഇട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട് അവർ. അതിൻ്റെ കാര്യമല്ല ഞാൻ പറയണേ. അവരിനി നമ്മളെ ഇനി അടിച്ച് വന്നാലും നമ്മുടെ സ്ട്രീക്കിലോട്ട്, അല്ലെങ്കിൽ നമ്മൾ അവരെ അടിച്ച സ്ട്രീക്കിൽ എത്തണമെങ്കിൽ തന്നെ എങ്ങനെ പോയാലും 1 വർഷം എടുക്കും. 15-15 ആക്കണമെങ്കിൽ. ഞാൻ കളിയാക്കുമൊന്നുമല്ല, വേറെ അത് ഓഡിയൻസിൻ്റെ അല്ല, ഇവരുടെ ടി ജിയുടെ ഓഡിയൻസിൻ്റെ അടുത്തല്ല പറയണം. വേറെ ഓഡിയൻസിനാണ് പ്രശ്നം, നമ്മുടെ ഓഡിയൻസിനല്ല പ്രശ്നം, വേറെ ഓഡിയൻസിനാണ് പ്രശ്നം. അവരുടെ അടുത്ത് അറിയാൻ വേണ്ടിയിട്ടാണ്. തൽക്കാലം നമുക്ക് അങ്ങനെ ഒരു ഇതുണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ സിറ്റുവേഷൻ എടുക്കത്തില്ലെന്നൊന്നുമല്ല, 2 സൈഡിലും എങ്ങനെ എന്തെങ്കിലും വൾഗാരിറ്റിയും ഇതുപോലെ സിറ്റുവേഷൻ ട്രിഗർ ആവണം ഞങ്ങൾ അടിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ആരെയും ഞങ്ങൾ നോക്കാറില്ല. ഒരു സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് KVAക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പം മനസ്സിലായോ? അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നിലും നമ്മൾക്ക് സോൾവ് ചെയ്യാന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഓക്കെ, സോ ഇതിപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ VC പോയിട്ടൊക്കെ എന്താ എല്ലാവരും പറയണേ? SRK കരഞ്ഞു എന്താ ചോദിക്കട്ടെ. ഹലോ, ഇത് കണക്ട് ആയില്ല. ഹലോ കേക്കാവോ? SRK കരഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഭയങ്കര ചാറ്റിനകത്ത് റേജ് ബെയ്റ്റ് സ്നൈപ്പ് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് വന്നിട്ട് കൊണ അടിക്കുന്ന ഒരുത്തനുണ്ട്. അപ്പൊ ഇവൻ എന്തോ അടിച്ചെന്ന് നമ്മളടുത്ത് പറയുന്നില്ല. പക്ഷെ ഇവൻ എന്തോ ബാഡ് ആയിട്ട് അങ്ങ് പോയത്. എല്ലാവരും ചാറ്റി വരുന്ന ഒരുത്തന അവൻ. പക്ഷെ ഇവൻ എന്തോ ചോദിച്ചിട്ട് പറയുന്നില്ല. എന്താടാ പറഞ്ഞേ? അണ്ണ ഒന്നുമില്ലണ്ണ, അത് അവൻ പറഞ്ഞ് ഇപ്പൊ കേറിയിട്ടുള്ള എല്ലാവർക്കും ഇവനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത്, നീലിനെയൊക്കെ വെച്ച് അവനിപ്പോ എല്ലാം വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നീ കുറെ നാൾ കേറിയില്ലേ, നിനക്ക് RP ചെയ്യാനൊന്നും അറിഞ്ഞൂടെ, നിർത്തി പൊക്കൂടെ, ഈ പറഞ്ഞോട്ട് നിനക്ക് ഇതെല്ലാവരുടെയും ചാറ്റി ഒന്ന് പറയുന്നതാടാ ഇത്. ഒഴിവാക്കണോടാ. നമ്മളൊരു സാധനം നല്ലതുപോലെ പൊക്കോണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അതായത് വെളിയിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏക ഒരു കാര്യം ഇതാ, മനസ്സിലായത്? നിങ്ങളോട് വന്ന് വേറെ പറയാം, പേഴ്സണലി സംസാരിക്കാൻ പറ്റത്തില്ല. പകരം പബ്ലിക്കിൽ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ക്ലാഷ് ഉണ്ടാക്കാനുള്ള പരിപാടി ചെയ്ത്, മനസ്സിലായ? എടാ അതൊന്നും വെച്ച് ഒരിക്കലും ഈ പറയണ പോലെ ഇവനൊക്കെ ഏതാ നമ്മളിതിവിടെ എത്തിച്ചോണ്ടാ ഇതൊക്കെ കാണുന്നത്. ഇവനൊക്കെ ചുമ്മാ വെറുതെ വന്ന് പറയണം. എന്തോരം നല്ല, ഞാനും ഇതൊക്കെ തന്നെ, എന്നാലും ഞാൻ പറയുക, എന്തോരം ആൾക്കാർ നല്ലത് പറയണോടാ നമ്മളെ പറ്റി, എന്തോരം ആൾക്കാര്. എടാ ഇതിന്റെ പേരിലൊന്നും ഇതാവല്ലേടാ സീരിയസ്ലി. അവന്റെ പേര് കണ്ടില്ലേ? അവന്റെ പേര് തന്നെ കണ്ടില്ലേ? അവന്റെ പേരെന്തോ ട്രിഗർ എന്തോ അവന്റെ പേര് തന്നെ കള്ളനാണ്. എനിക്ക് വേറെ അക്കൗണ്ടിൽ നിന്നാണ് ഇതാക്കിയത്. ഡെയിലി സാവേജിന്റെ സ്നൈപ്പില് ലൈവ് വരുന്നതാണെന്ന്. അല്ലല്ല വേറെ ഒരു പേരിലാ വന്നത്. സിറ്റി പോയി കേട്ടോ, സിറ്റി പോയല്ലേ? നല്ല എഡ്വിൻ ബേബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. എന്റെ ഒരു ഇത് നോക്കണേ ജോക്കി. ഞാൻ വാഗമണ്ണൊക്കെ ഇരുന്ന നിങ്ങളൊക്കെ എന്ത് പീസ്ഫുൾ ആയിട്ട് RP ഒക്കെ ചെയ്ത് സിറ്റിയിൽ അടിയൊക്കെ നടന്ന് എല്ലാവരും മുന്നേ അടിയുണ്ട്. പക്ഷെ അല്ല ജോക്കി, ഞാൻ വേറെ കാര്യം പറയട്ടെ ജോക്കി. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ ഈ സെർവറിൽ കളിക്കുന്ന 450-500 പേര് എന്നെ പ്രാഗമായി. ഈ പുണ്ട വരാതിരുന്നാ മതിയായിരുന്നു, നമുക്ക് ഇന്ന് RP കളിക്കാം. അങ്ങനെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. എന്റെ തലയ്ക്ക് മുകളിൽ പ്രാക്കിരിക്കുക. മഴ വരുന്ന പോലെ അണ്ണ സിറ്റി എടാ നീ നേരെ സിറ്റി അല്ല, ഞാൻ കുറച്ചു നേരം ഡിസ്കൗണ്ട് റൂൾസ് നോക്കിട്ട് വരാം. പിന്നെ നിന്റെ അച്ഛനെ കൂടെ വിളിച്ചിരുത്താൻ ഞാൻ അവിടെ. പിന്നെ ഡേറ്റ് ഫിക്സ് ആട്ടോ.
എന്തിന്റെ എടാ ഈകളെ കണ്ണാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും കൂടെ നാട മുറിക്കണമെന്നാണ് കണ്ണാപ്പി പറയുന്നത്. അച്ഛൻ നാടെ പിടിക്കും, അണ്ണനും ശരത്തേട്ടനോടെ മുറിക്കണം. എടാ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഇത് കമ്മിറ്റ് ചെയ്യാം. എന്നിട്ട് ദേവൂട്ടന്റെ അവൻ വളർന്ന് വലുതാവുമ്പോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. കാരണം എന്തായാലും അത്ര സമയം എടുക്കും, മനസ്സിലായോ? കാരണം ഇത് നീ ടി വിയെ കയറിയിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ തൊട്ടേ ഇത് പറയാൻ തുടങ്ങിയതാ. ദേവൂട്ടൻ ഓക്കെ അവൻ വന്ന് ചെയ്യാം. അവനോട് നാളെ എറണാകുളത്ത് പോയ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. അവൻ വന്ന് ചെയ്യും. നാടന്റെ കേസല്ലേ? കാര്യമായിട്ട് പണി തുടങ്ങി. ആൾക്കാർ ഈഗിൾ 7 മറന്ന് ഇനി തൊട്ട് കണ്ണന്റെ ഹെവൻ. കണ്ണന്റെ ഹെവൻ ഈകളെ അവന്റെ മുകളിൽ നീ ഒരു കണ്ണൻ അവൻ ഉണ്ടാക്കാൻ പറ്റുമോ കാണിക്കാമെങ്കിൽ ഉണ്ടാക്കി കാണിക്ക്. അണ്ണാ അതല്ല, അണ്ണന്റെ മണ്ടക്കാ ഇത്. എംപയർ അണ്ണൻ മോനെ കണ്ടില്ലടോ. തലയല്ല വെക്കുന്ന എഡ്വിൻ ബേബി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓ ബേബി കൊറേ കാശ് ഇറക്കുന്നുണ്ട് ബേബിയെ. പൊട്ടിക്കുന്നുണ്ടല്ലോടാ. എടാ ഇത് ഏത് ബേബിയാടാ? അണ്ണാ മറ്റേ ഓർമ്മ അല്ലല്ല പറഞ്ഞുതരാം അണ്ണന്. പണ്ട് നമ്മളൊരു വാഗമൺ റിസോർട്ട് ഇറക്കിയ അവൻ തന്നെ ഈകളെ നിങ്ങളവിടുത്തെ ഇത് റാലി വല്ലതും പോയതാണോടാ? എന്തൊരു സംഭവം പത്തനംതിട്ട ഓഫ് റോഡേഴ്സ് ക്ലബ്ബ് ജോക്ക് ചെയ്ത്. ഓക്കെ അണ്ണാ ബ്ലോഗ് ഉണ്ടായിരുന്ന ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഞാൻ ഓഫ് റോഡിലൊക്കെ പോയിട്ട് ഞാൻ ഉറങ്ങിയില്ലല്ലോ. ഞാൻ പോയി നേരെ കിടന്ന് ഉറങ്ങിപ്പോയേട്ടാ. ഞാൻ രാവിലെ എണ്ണീറ്റ് എന്റെ ക്യാമറ എടുത്ത് നോക്കിയപ്പം ഒരുത്തം വെളുപ്പിന് 6 മണിക്ക് എണ്ണീറ്റ് പൊട്ടനെ പോലെ ഇരുന്ന് പൂളിലൊക്കെ ചാടുന്ന വീഡിയോ ഒക്കെ എടുത്ത് എന്റെ വ്ളോഗിന്റെ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഇവനാ ചെയ്യുന്നേ, ബോബ്. ഞാൻ എണ്ണീറ്റ് വന്നപ്പോ സ്റ്റോറേജ് ഫുള്ള് കേട്ടോ. ഞങ്ങൾക്ക് ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് നോക്കിയപ്പോ കണ്ണനെ വിളിച്ചുകൊണ്ട് ഏതോ കാട്ടിപ്പോയി പാമ്പിന്റെ ഒക്കെ കൂടെ സംസാരിച്ചിരിക്കുന്നു. ഒരു പാമ്പ് പോവാ, അതിനോടൊക്കെ സംസാരിച്ചിരിക്കണം. ബാക്കി വ്ളോഗ് ഇവനാ ചെയ്യണം കേട്ടോ. അത് ജോക്കി നമ്മള് ചുമ്മാ ഇവന്മാര് വാഗമണ് വന്നപ്പോ ജോക്കി ചുമ്മാ അവിടെ ഓൺലൈനിൽ കേറിയിട്ട് എന്തോ വാഗമൺ .in. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ചേട്ടാ നീ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടത് എന്തുവാ? ഗോപ്രോ എടുത്താണോ അതോ ഐഫോൺ ആണോ? അത് ആക്ഷൻ 6 DJ. ഞാൻ വെച്ചത് ഫോഴ്സ് ചെയ്യാൻ ഞാൻ ഈ കളിക്കുന്ന വീഡിയോ അങ്ങനെ എടുത്തിട്ടെന്നാ വിചാരിച്ചേ. ജോക്കി അല്ല, പക്ഷെ വലിയ ക്ലാരിറ്റി ഇല്ല. ഐഫോൺ ബെറ്റർ. കാര്യം എടാ ഞാൻ 6 വർഷം മുന്നേ ഒരു കാര്യം പറഞ്ഞ് വഴക്കിട്ട് ഓർമ്മയുണ്ടായിരുന്നു. 3 ദിവസം ഓർമ്മയുണ്ടായിരുന്നു. എന്താ കേട്ടില്ല? ഒരു 5 വർഷം മുന്നേ ഞാൻ വഴക്കിട്ട് 3 ദിവസം ഓർമ്മയുണ്ടായിരുന്നു. അത് അനുഭവിച്ചു. ആശിന്റെ പാസ്പോർട്ട് എന്തിന്? അതൊക്കെ എനിക്കറിയില്ലടാ, ഇത്ര വയസ്സായിട്ട് പാസ്പോർട്ട് മ്യൂട്ട് ചെയ്തിട്ട് ഡെഫനാക്കി. എല്ലാം കേക്കണം. ഷെമീർ റിയാക്ട് ബ്രോ, നിങ്ങൾക്ക് ഇത് മതിയോ? ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മൊത്തം അതായിരുന്നു സ്പാം. എന്തോ കൊണയടിച്ചെന്നും പറഞ്ഞ് ഭയങ്കര സ്പാം. പ്രശ്നം എന്തോന്ന് ജോക്കി എന്ത് കൊണ വേണമെങ്കിലും അടിച്ചോട്ടെ ജോക്കി. നമ്മൾ ഇവരുമായിട്ട് പ്രശ്നമായ എന്തിന്റെ അടിസ്ഥാനത്തിലാ ജോക്കി? RPയില് MRC vs TV. പുള്ളി ഇപ്പൊ ലൈനപ്പിൽ പോലും ഇല്ല, പുള്ളി ഇപ്പൊ ആ ഗ്യാങ്ങിൽ പോലും ഇല്ല. അങ്ങനെ ഒരുത്തനെ ഞാൻ തിരിച്ചിരുന്ന് എന്തിനു പറയണം? എനിക്കതിന്റെ ആവശ്യമില്ല. അല്ല ഇവരെന്തിനാണ് പിന്നെ പറയുന്നത്? അവ അതിനകത്ത് വല്ല വരുന്നെങ്കിൽ വരട്ടെ. ചില്ലറ തല്ലല്ലോ കിട്ടിയത്. അതെ, നല്ല അടി കിട്ടിയതാണോ കൊള്ള സമയത്ത് പോലും. പിന്നെ ഇനിയിപ്പോ എന്തിനാ നമ്മൾ റിയാക്ട് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കണം? കൈസ് വീട് അതൊക്കെ ചില്ലായി. പിന്നെ എനിക്ക് ഡെയിലി ഈ അപരാധങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്നു എനിക്ക് താല്പര്യമില്ല. ആദ്യം അവന്റെ പ്രശ്നങ്ങൾ തീർക്കട്ടെ, എന്നിട്ട് മതി എന്റെ. സിറ്റിയിലോട്ട് വരുവാണോ? ചേട്ടാ കേറിട്ടാ, ഞാൻ കുറച്ചു നേരം ഡിസ്കൗണ്ട് റോൾസ് നോക്കിയിട്ടായിരുന്നു. 5 ഗിഫ്റ്റ് പണ്ടേടാ ബോബേ, ഞാനും വാസുണ്ട് ഇവരോട് ഒരു ട്രിപ്പ് പോയേ. എനിക്കറിയാം, പക്കീരെ കഥയല്ലേ. രാത്രി ആയപ്പോഴത്തേക്ക് ആ റിസോർട്ട് മൊത്തം പക്കി കയറി. ഇവൻ രാത്രി വീഡിയോ പൊക്കി പിടിച്ച് ഒരു കൈലി കൊടുത്ത്, വീഡിയോക്കകത്ത് കൈലിയിൽ 5 പക്കിയുണ്ട്. ചട്ടി പോലും ഇട്ടാണ് ഇവൻ പോയത്. അവിടെ ചെന്നേടാ അവന്റെ അടുത്ത് പറയാം, പുട്ടച്ചി വരെ എന്താണ് കാണിക്കുന്നത്, ഇവിടെ പക്കിയാണ്. പിന്നെ രാത്രി 4 മണിക്ക് പൂളിനകത്ത് ചാടാൻ ചെന്നപ്പോ പൂളില് മൊത്തം പക്കി. രാത്രി 4 മണിക്ക് റിസോർട്ടിന്റെ ഓണറെ വിളിച്ചിട്ട് പൂളി ചാടണമെന്ന് പറഞ്ഞാൽ അവൻ തള്ളക്ക് വിളിക്കൂലേ അവൻ? പിന്നെ പക്കി എന്ന് പറഞ്ഞ പക്കിയല്ല ഗൈസ്, മറ്റേ സാധനം എന്തോ അതിന് പറഞ്ഞില്ല. ലൈറ്റ് കാണുമ്പോ വരത്തില്ലേ? ലൈറ്റ് കാണുമ്പോ വരുന്നേ
വണ്ടൊന്നുമല്ല, വണ്ട. അണ്ണാ വണ്ട. ഈയലെന്നാ അതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. അയ്യോ പിന്നില്ലാതെ എന്റെ അമ്പോ അറ്റ ആക്രമണം വരുന്നത്. ഒരു ദിവസം എറണാകുളത്തെ വീട് കൊണ്ടുപോയി എന്റെ ഈയിടയ്ക്ക്. ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു, പക്ഷെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാ. പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. എറണാകുളത്തെ വീട് കൊണ്ടുപോയി. നീ ഇല്ലായിരുന്നോ? പോവേ ഞങ്ങൾ രണ്ട്, ഞാനും പോവോ. പേടിച്ച് തൂറി. മഴപ്പാറ്റിയ മഴപ്പാറ്റ എന്നാണ് പറയണത് നിങ്ങളുടെ നാട്ടിൽ അതിന്. പാലക്കാട് സൈഡിൽ മഴപ്പാറ്റി ഞാൻ പിന്നെ പാലക്കാടല്ലേ, എനിക്ക് അറിഞ്ഞൂടല്ലോ. ഇവൻ ചുമ്മല്ലേ മഴപ്പാറ്റ, ഈയാൻ പാറ്റ. കായംകുളം സൈഡല്ല, കായംകുളം സൈഡിൽ ആരാ? നീ മാത്രമേ പറയത്തുള്ളൂ, വേറെ ആരും പറയത്തില്ല ഈയാൻ പാറ്റെന്നൊന്നും. അല്ല ഈയാൻ പാറ്റ ആലപ്പുഴ സൈഡിലേക്ക് ഈയാൻ പാറ്റ പറയുന്നത്. പോടാ, ആലപ്പുഴ പറഞ്ഞത് പോടാ അവിടുന്ന്. ഈയാൻ പറ്റേ നീ ഏത് കൊല്ലം കായംകുളമാണ്. അത് ആലപ്പുഴ അല്ലല്ലോ. നീ കൊല്ലംകാരനാണ്. ആലപ്പുഴയാണ്. ആലപ്പുഴ കായംകുളം ആലപ്പുഴ ജില്ലയാണോ? ആലപ്പുഴ ഇല്ല. തന്നെ കായംകുളം ആലപ്പുഴ. സാർ ഞാൻ തോന്നിയ ദിവസം പറഞ്ഞത് കായംകുളം ആലപ്പുഴ. ആലപ്പുഴ കായംകുളത്ത് ഈയൽ തന്നെ പറയുന്നത്. പോടാ അവിടുന്ന്. അച്ഛനൊക്കെ ഇന്നലെ കൂടെ പറഞ്ഞു ഇവിടെ വന്നപ്പോ ഈയാൻ പാറ്റയെന്ന്. ഈ ഈയാൻ പാറ്റ മറ്റേ ബാംബു ബോയ്സിനകത്ത് അവര് പറഞ്ഞു നടക്കണല്ലേ ഈയാൻ പാറ്റ, ഈയാൻ പാറ്റ. അച്ഛൻ ഇന്നലെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈയാൻ പാറ്റ ആണോ? അച്ഛനെ വിളിച്ചു വരുത്തണം. അച്ഛനെ വിളിച്ചു വരുത്തേ. വേണ്ട 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 വേണ്ട. എനിക്ക് ആ മനുഷ്യനോട് സത്യം പറയല്ലേ. എനിക്ക് ഞാൻ ഇടക്കിടയ്ക്ക് നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നില്ല. എനിക്ക് ആ മനുഷ്യന്റെ അടുത്ത് അങ്ങനെ നിന്റെ കാര്യങ്ങൾ തർക്കിക്കാൻ നാണം കിടത്താൻ എനിക്കിപ്പോ താല്പര്യമില്ലടാ. പാവം ഒരു മനുഷ്യനത്, മനസ്സിലായ? പുള്ളിയുടെ ആകെ തെറ്റ് നീയാ. ഒരേ ഒരു തെറ്റ്, വൺ മിസ്റ്റേക്ക്, അത് നീയാ. ഈ മാസം അച്ഛന് അണ്ണനെ കാണണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. എന്തിന് അച്ഛൻ അണ്ണനെ കാണണമെന്ന് പറഞ്ഞ്? എന്തിന്? ഞാൻ അച്ഛനെ നല്ല കണ്ടോളാം, നീ വരണ്ട. ഞങ്ങള് ഞങ്ങളുടേതായിട്ടുള്ള സ്പേസ് ഞങ്ങൾ കണ്ടോളാം. അച്ഛൻ വരുന്നുണ്ടണ്ണ. മണിയനുണ്ട് അണ്ണ. അണ്ണ അച്ഛനും അമ്മ ഇതുവരെ മൂന്നാറ് കണ്ടിട്ടില്ല അണ്ണ. അതിന് അപ്പൊ ഞാൻ ഈ ആഴ്ച പൈസ ഉണ്ടാക്കണ്ടല്ലോ. ഞാൻ ഈ ആഴ്ച കാണിക്കാൻ കൊണ്ടുവന്ന പണിയെടുത്ത് തന്നെല്ലാം കൊണ്ട് കറങ്ങടാ. എന്തൊരു ചോദിച്ചായിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡിസ്കോഡ് ട്രോൾസ് കയറാം. ഡിസ്കോഡ് ട്രോൾസ് കാണാം കുറച്ചു നേരം, കുറച്ച് ദിവസമായി നോക്കിയിട്ട്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. എന്നിട്ട് നമുക്ക് സിറ്റിയിൽ 2 ടർഫ് ഉണ്ട്, സിറ്റിയിൽ കയറണം, 2 ടർഫ് കളിക്കണം. ഇന്ന് കുറച്ച് ലോങ് സ്ട്രീം ആയിരിക്കും കേട്ടാ, എല്ലാം ഉണ്ട് ഇന്ന്. അപ്പൊ നീ വേണ്ട, ഞാൻ ലൈനപ്പ് ഇട്ടോളാം ഇപ്പൊ. എടാ ലൈനപ്പ് പറഞ്ഞ പോലെ ഞാൻ ഇട്ടില്ലല്ലേ ഗൈസ്. ഞാൻ ലൈനപ്പ് കൂടെ ഒന്ന് ഇട്ടിട്ട് കയറാം. അതാ നല്ലത്. 1 മിനിറ്റ്. എത്ര പേര് അവൈലബിൾ? 25 പേര് അവൈലബിൾ. അതിൽ കണ്ണാപ്പി മൈനസ് ചെയ്തോ 24. ഓക്കെ, 24 പേരുള്ളൂ. ഗൈസ് കണ്ണാപ്പി കേറണ്ടല്ലോ. എന്താ ആവശ്യത്തിനൊന്നും ചാറ്റില് അണ്ണാ ചോദിച്ചതേ തെറ്റ്. നോ നീഡ്, നോ വേണ്ട. സംസാരിക്കണ്ടായിരുന്നു. വേണം എല്ലാരും ഒരേ സ്വരത്തി ഇത്ര ഒത്തൊരുമായി ഒന്നിലും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഓഡിയൻസിൽ. എന്റെ അമ്മ, ഞാനൊക്കെ എന്റെ പ്രൈം ടൈമിൽ അടിച്ചടി ഇപ്പോഴും പിള്ളേരൊക്കെ അടിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അന്നാ നീ പ്രൈം ടൈമിൽ പോയി അടിച്ചോടാ. നീ പ്രൈം ടൈമിൽ പോയി അടിച്ചോ. ഇവിടെ അതെ. ഗുരു നീലൻ